Morning students, hope you all are fine. Welcome back to our EVS class. Today we are going to learn about our second chapter, protection of food. In the last class we discussed about the types of food and water that are essential for our growth and health. Is it? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് ടൈപ്സ് ഓഫ് ഫുഡിനൊക്കെ കുറിച്ച് പഠിച്ചു. ഈ വെള്ളവും ഭക്ഷണവും എല്ലാം നമ്മളെ ശരീരത്തെ ആരോഗ്യപ്രദവും അതുപോലെ വളരെ എനർജറ്റിക്കുമായിട്ടൊക്കെ ഇരിക്കാൻ നമ്മളെ സഹായിക്കുന്നെന്ന് പഠിച്ചു അല്ലേ. ഇനി അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്, നമ്മളെ ശരീരത്തിന് അത് ആവശ്യമാവും വിധം കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയെല്ലാമാണ് ആ ഭക്ഷ്യവസ്തുക്കൾ സംരക്ഷിക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ഫുഡ്, ഹൗ ടു പ്രൊട്ടക്റ്റ് അവർ ഫുഡ് ഐറ്റംസ്. Okay, then take the page number 134. Here the first one is take off. Observe the images given below. Which one do you think is safe to eat? Why? രണ്ട് പിക്ചർ ഉണ്ട്. അതിൽ ഫുഡ് ഐറ്റംസ് രണ്ട് തരത്തിൽ കീപ്പ് ചെയ്തിരിക്കുന്നതും കാണുന്നുണ്ട് അല്ലേ. നിങ്ങൾ പറയൂ, ഇതിലേതാണ് കഴിക്കാൻ സേഫ് ആയിട്ടുള്ളത്, നമുക്ക് കഴിക്കാൻ സുരക്ഷിതമായിട്ടുള്ളത്? ഇതിലേത് ഫുഡ് ഐറ്റമാണ്? എ ആണോ ബി ആണോ? ഓക്കെ, എന്തുകൊണ്ടാണ് ഫസ്റ്റ് വൺ ഈസ് നോട്ട് സേഫ് ടു ഈറ്റ്? യെസ്, ബിക്കോസ് എന്തുണ്ടായില് എ ലോട്ട് ഓഫ് ഫ്ലൈസ് ആൻഡ് ഇൻസെക്ട്സ് ആർ സിറ്റിംഗ് ഓൺ, ഇസ് ഇറ്റ്? ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സേഫ് ആൻഡ് സേഫ്ലി കവേർഡ്, ഇസ് ഇറ്റ്? സോ ദ സെക്കൻഡ് വൺ ഈസ് സേഫ് ടു ഈറ്റ്. Okay, then look at the next one. It is important that the food we eat and the water we drink are clean and fresh. നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും അതുപോലെ നമ്മൾ കുടിക്കുന്ന വെള്ളവും വളരെ ക്ലീനും അതുപോലെ ഫ്രഷ് ആയിട്ടിരിക്കേണ്ടതും അത്യാവശ്യമാണ്. വി ഷുഡ് ഓൾവേസ് കീപ് ഫുഡ് ആൻഡ് വാട്ടർ കവേർഡ്. നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണവും വെള്ളവും എല്ലാം എന്ത് ചെയ്യണം? എപ്പോഴും കവർ ചെയ്തിട്ടുണ്ടാവണം, അതായത് അടച്ചു വെച്ചിട്ടുണ്ടാവണം. നെക്സ്റ്റ് ടോപ്പിക് നോക്കൂ, ദ നീഡ് ടു കീപ് ഫുഡ് കവേർഡ്. എന്തിനാണ് ഭക്ഷണങ്ങൾ കവർ ചെയ്ത് അടച്ചു വെക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ്? എന്തിനാണ് നമ്മൾ ഭക്ഷണങ്ങൾ അടച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ ഭക്ഷണം അടച്ചു വെക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്തെല്ലാമാണ്? ഓക്കെ, ദെൻ ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ ഈസ് ഫ്ലൈസ്, കോക്രോച്ചസ്, ants, mosquitoes and other insects sit on food that is kept open. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ തുറന്നു വെക്കുകയാണെങ്കിൽ അതിൽ എന്തെല്ലാം വന്നിരിക്കും? ഫ്ലൈസ്, ഈച്ചകൾ വന്നിരിക്കും, കോക്രോച്ചസ്, കൂറകൾ വന്നിരിക്കും, ആൻസ്, ഉറുമ്പ്, മൊസ്കിറ്റോസ്, കൊതുകൾ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ഇൻസെക്റ്റുകളും പ്രാണികളും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വന്നിരിക്കും അല്ലേ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫുഡ് കവർ ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വൺ, ഡസ്റ്റ് ഓൾസോ സെറ്റിൽസ് ഓൺ അൺകവേർഡ് ഫുഡ്. ഇനി ഇൻസെക്ട്സ് ഒന്നും ഇല്ലയെന്ന് വിചാരിക്കാം, പക്ഷേ എന്നാലും എന്ത് വരും? ഡസ്റ്റ് വരും അല്ലേ. പൊടിപടലങ്ങൾ പാറിയിട്ടൊക്കെ നമ്മൾ കഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഭക്ഷണത്തിലേക്ക് വന്നുകൂടും. തേർഡ് വൺ ഈസ് വെൻ വി ഈറ്റ് അൺകവേർഡ് ഫുഡ്, ജേംസ് ആൻഡ് ഡസ്റ്റ് വിൽ എൻറ്റർ അവർ ബോഡി ആൻഡ് മേക്സ് അസ് ഫാൾ ഇൽ. ഇനി തേർഡ് പോയിൻ്റ് എന്താണ്? നമ്മൾ അൺകവർ ചെയ്ത്, അതായത് അടച്ചു വെക്കാത്ത ഫുഡ് കഴിക്കുകയാണെങ്കിൽ ജേംസ് അല്ലേ, കീടങ്ങൾ, ആൻഡ് ഡസ്റ്റ്, പൊടിപടലങ്ങളൊക്കെ വിൽ എൻറ്റർ അവർ ബോഡി, നമ്മളെ ശരീരത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുകയും ആൻഡ് മേക്സ് അസ് ഫാൾ ഇൽ, നമുക്ക് പെട്ടെന്ന് തന്നെ അസുഖം പിടിപെടുത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു കീപ് ഫുഡ് ഐറ്റംസ് ആർ കവേർഡ്. സോ വി ഷുഡ് ഓൾവേസ് ഈറ്റ് ഫ്രഷ് ഫുഡ് ആൻഡ് ഡ്രിങ്ക് ക്ലീൻ വാട്ടർ. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഫ്രഷ് ഫുഡ് കഴിക്കുകയും അതുപോലെ ക്ലീൻ ആയിട്ടുള്ള വെള്ളം കുടിക്കുകയും ചെയ്യണം. ഓക്കെ, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ്. ആൻഡ്സ് ഓൺ എ ക്യാൻഡി, മിഠായിൽ ഒരു ആൻഡ് വന്നിരിക്കുന്നു. വാസ് ഓൺ എ ജാം ബോട്ടിൽ, ഒരു ഈച്ച വന്നിട്ട് ജാം ബോട്ടിൽ ഇരിക്കുന്നു. ആൻഡ് ഓൺ ഷുഗറൊക്കെ ഇങ്ങനെ തുറന്നിട്ടാൽ എന്ത് ചെയ്യും? പെട്ടെന്ന് തന്നെ ആൻഡ്സ് വരും അല്ലേ. Okay, then look at the next topic, keeping food safe. How can we keep food safe? അപ്പോൾ ഫുഡ് കീപ്പ് ചെയ്യണം, ഫുഡ് കവർ ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് സേഫായിട്ട് സൂക്ഷിക്കേണ്ടത്? അതിനുള്ള കുറച്ച് മെത്തേഡുകളാണ് ഇവിടെ പറഞ്ഞു തന്നെ. ഇത് നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം, മാത്രമല്ല നിങ്ങളെ വീട്ടിലുള്ള പാരൻസിനൊക്കെ പറഞ്ഞു കൊടുക്കുകയും വേണം അല്ലേ. Okay, then look at the next point. We can keep food safe by following these simple
സ്റ്റെപ്സ്. അപ്പം താഴെ കൊടുത്തുള്ള കുറച്ച് സിമ്പിൾ സ്റ്റെപ്സ് ഉണ്ട്. അത് മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളെ ഫുഡ് ഐറ്റംസൊക്കെ വളരെ സേഫായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, ലുക്ക് അറ്റ് ദ ഫസ്റ്റ് വൺ. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് യുവർ ഫുഡ്. അപ്പം നമുക്ക് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സോപ്പ് ബിഫോർ ഈറ്റിംഗ് യുവർ ഫുഡ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പേ കൈകൾ സോപ്പിട്ട് കഴുകണം. അപ്പോൾ കൈകളിലുള്ള ഡസ്റ്റും അതുപോലെ ജേംസൊന്നും എന്ത് ചെയ്യില്ല, നമ്മളെ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനാണ് ഈ പണി പറയുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് യൂട്ടെൻസിൽസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് മസ്റ്റ് ബി വാഷ്ഡ് വെൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ കുക്കിംഗ്. അപ്പോൾ നമ്മൾ യൂട്ടെൻസിൽസ് എന്ന് പറഞ്ഞാൽ വെസൽസ് അല്ലേ, പാത്രങ്ങൾ, നമ്മൾ ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എന്ത് ചെയ്യണം? മസ്റ്റ് ബി വാഷ്ഡ്, നന്നായി വാഷ് ചെയ്തിരിക്കണം. എപ്പോൾ? ബിഫോർ ആൻഡ് ആഫ്റ്റർ കുക്കിംഗ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പേ ഒന്ന് കഴുകിയിരിക്കണം. അതിനുശേഷം ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞാലും അതിൽ ജംസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും നമ്മൾ കഴുകി എടുത്തു വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ഫ്രൂട്ട്സ് ഷുഡ് ബി വാഷ്ഡ് വെൽ ബിഫോർ ഈറ്റിംഗ് അല്ലേ. വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ ഒരുപാട് പെസ്റ്റിസൈഡ്സൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാകം ചെയ്യുന്നതിന് മുമ്പേയും അതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന് മുമ്പേയും നന്നായിട്ട് കഴുകിയിരിക്കണം. നെക്സ്റ്റ് പോയിൻ്റ്, റൈസ്, വെജിറ്റബിൾസ്, പൾസസ്, മീറ്റ്സ് ആൻഡ് സോ ഓൺ മസ്റ്റ് ബി വാഷ്ഡ് ബിഫോർ കുക്കിംഗ്. റൈസ്, അരി, വെജിറ്റബിൾസ്, പച്ചക്കറി, പൾസസ്, പയറുവർഗ്ഗങ്ങൾ, മീറ്റ്, മാംസം തുടങ്ങിയ വസ്തുക്കളൊക്കെ നന്നായിട്ട് കഴുകിയിരിക്കണം കുക്ക് ചെയ്യുന്നതിൻ്റെ മുമ്പേ. നെക്സ്റ്റ്, കുക്കീസ്, സ്നാക്സ്, ജാംസ്, പിക്കിൾസ്, പൾസസ്, റൈസ് ആൻഡ് സോ ഓൺ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ്. ദിസ് വുഡ് പ്രിവെൻറ്റ് ഡസ്റ്റ് ഓർ ഇൻസെക്റ്റ് ഫ്രം കമ്മിങ് ഇൻ ടു കോണ്ടാക്റ്റ് വിത്ത് ദ ഫുഡ് സ്റ്റോർഡ്. പറയുന്ന കാര്യങ്ങൾ കുക്കീസ്, അതുപോലെ സ്നാക്സ്, ജാംസ്, പിക്കിൾസ്, അച്ചാറുകൾ, പൾസസ്, അതുപോലെ റൈസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെച്ച് അടച്ചേക്കണം. അതായത് വായു കയറാത്ത ബോട്ടിലാക്കിയിട്ട് അടച്ചു വെക്കണം. ദിസ് വുഡ് പ്രിവെൻറ്റ് ഡസ്റ്റ് ഓർ ഇൻസെക്ട്സ് ഫ്രം കമ്മിങ് ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ ഫുഡ് സ്റ്റോർഡ്. ഇങ്ങനെ എയർ ടൈറ്റ് ഇത് അടച്ചു വെച്ചാൽ എന്ത് ചെയ്യാണ്? ഡസ്റ്റ് വരില്ല, അതുപോലെ വായുവിലൂടെ പകരുന്ന ജേംസ് വരില്ല, അതുപോലെ ഇൻസെക്ട്സ്, പ്രാണികളൊന്നും വരാതെ ആ ഫുഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇങ്ങനത്തെ ബോട്ടിൽസിന് കഴിയും. അതുകൊണ്ട് ഇവയെല്ലാം എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിൽ വെച്ചിട്ട് സൂക്ഷിക്കണം. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റ് ഈസ് വാട്ടർ ഓൾസോ ഷുഡ് ബി സ്റ്റോർഡ് ഇൻ ക്ലീൻ വെസൽസ് ആൻഡ് കെപ്റ്റ് കവേർഡ്. നമ്മൾ വെള്ളവും അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുള്ള വെസലിലാണ് സൂക്ഷിക്കേണ്ടത്. അതുപോലെ എല്ലായ്പ്പോഴും അടച്ചു വെച്ചിരിക്കണം. യൂസ് ക്ലീൻ വാട്ടർ ഫോർ പ്രിപ്പയറിങ് ഫുഡ്. ഇനി ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോഴും നല്ല വൃത്തിയുള്ള വാട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. Okay, look at some pictures. Wash your hands before eating, washing the vessels, washing an orange, washing rice, storing food stuff in airtight containers. ഇതെല്ലാം ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ. എന്നാലും എന്തുണ്ടാവില്ല? വായുവുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ട് ജേംസ് ഉണ്ടാവില്ല, അതുപോലെ ഇൻസെക്ട്സ് വരില്ല. ഓക്കെ, ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് ടോപ്പിക്, പ്രിസർവേഷൻ ഓഫ് ഫുഡ്. ഹൗ ടു പ്രിസർവ് അവർ ഫുഡ് ഐറ്റംസ്. എങ്ങനെയാണ് നമ്മൾ ഫുഡ് ഐറ്റംസ് പ്രിസർവ് ചെയ്യേണ്ടതെന്ന്. Food preservation is a process by which food items are kept fresh for a longer period of time. Some ways to preserve food are refrigeration and boiling. ഇനി എന്താണ് ഫുഡ് പ്രിസർവേഷൻ എന്നാണ് ചോദിക്കുന്നത്. അതെന്താണ്? ദാറ്റ് ഈസ് എ പ്രോസസ്, അതൊരു പ്രക്രിയയാണ്. ബൈ വിച്ച് ഫുഡ് ഐറ്റംസ് ആർ കെപ്റ്റ് ഫ്രഷ് ഫോർ എ ലോങ്ങർ പീരീഡ് ഓഫ് ടൈം. ഒരുപാട് കാലത്തേക്ക് ഫുഡ് ഐറ്റംസ് നാശാവാതെ സൂക്ഷിക്കാനുള്ള ഒരു വഴിയാണ് പ്രിസർവേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് രണ്ട് വഴികളാണുള്ളത്. ഒന്ന് റെഫ്രിജറേഷൻ, സെക്കൻഡ് വൺ ഈസ് ബോയിലിംഗ്. അപ്പം ഇനി എന്താണ് റെഫ്രിജറേഷൻ നോക്കാം. റെഫ്രിജറേറ്റർ പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് അവർ ഫ്രിഡ്ജ് അല്ലേ. ഫ്രിഡ്ജാണ് ഒന്ന് റെഫ്രിജറേറ്റർ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുന്നതോടെ നമ്മളെ ഫുഡ് ഐറ്റംസ് നാശാവാതിരിക്കും. ഇനി അതുപോലെ സെക്കൻഡ് മെത്തേഡ് ബോയിലിംഗ് ആണ്, തിളപ്പിച്ച് വെക്കാം. ഇനി അതെന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റെഫ്രിജറേഷൻ. Food products such as milk, meat, fruits, vegetables and cooked food get spoiled very soon. So they stored in a refrigerator. അപ്പോൾ എന്താണ് റെഫ്രിജറേഷൻ പറഞ്ഞാൽ? ഫുഡ് പ്രൊഡക്ട്സ് ആയ മിൽക്ക്, മീറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് ആൻഡ് കുക്ക്ഡ് ഫുഡ്, അതായത് നമ്മൾ പാചകം
പാകം ചെയ്ത ഫുഡ് ഇവയെല്ലാം പുറത്ത് നമ്മൾ സാധാ നോർമൽ ക്ലൈമറ്റിൽ വെച്ചാൽ എന്താണ് പെട്ടെന്ന് നാശമായി പോവും അല്ലേ. അതിലേക്ക് ബാക്ടീരിയാസൊക്കെ കയറി പറ്റിയിട്ട് എന്ത് ചെയ്യും, അവിടെ ഓരോ പണി ചെയ്തിട്ട് ആ ഫുഡ് ഐറ്റംസിനെ എന്താക്കും, അവിടെ നാശാക്കി വിടും. അപ്പം നമ്മൾ എന്ത് ചെയ്യും, സോ ദേ ആർ സ്റ്റോർഡ് ഇൻ എ റെഫ്രിജറേറ്റർ. അപ്പം നമ്മൾ അവയൊക്കെ എടുത്തിട്ട് റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവില്ല, യാതൊരുവിധ കീടങ്ങളും പ്രവേശിക്കില്ല. അപ്പം അങ്ങനെ ഫുഡ് ഐറ്റംസ് സൂക്ഷിക്കാൻ കഴിയും. ജേംസ് കനോട്ട് ഗ്രോ ഇൻ കോൾഡ് പ്ലേസസ്. ഇനി എന്തുകൊണ്ടാണ് ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ഫുഡ് ഐറ്റംസ് നാശാവാതിരിക്കണതെന്ന് നോക്കൂ. ജേംസ് കനോട്ട് ഗ്രോ ഇൻ കോൾഡ് പ്ലേസസ്. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ ബാക്ടീരിയകൾക്കൊന്നും വളരാൻ സാധിക്കില്ല. സോ ദ ഫുഡ് സ്റ്റോർഡ് ഇൻ എ റെഫ്രിജറേറ്റർ റിമൈൻസ് ഫ്രഷ് ഫോർ എ ലോങ്ങർ ടൈം. അതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത ഫുഡ് ഐറ്റംസ് ഒരുപാട് കാലത്തേക്ക് ഫ്രഷായിട്ടും നന്നായിട്ടും ഇരിക്കും അല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് പറഞ്ഞത്, നോർമൽ ക്ലൈമറ്റിൽ, അതായത് നോർമൽ ടെമ്പറേച്ചറിൽ ഇരിക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് ജേംസൊക്കെ വന്നിട്ട് ആ ഫുഡ് ഐറ്റംസ് നാശമായി പോകും. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലോ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലൊന്നും ജേംസിന് വളരാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അവർ ആ ഫുഡിൽ കയറില്ല. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒരുപാട് കാലത്തേക്ക് നല്ല ഫ്രഷായിട്ട് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ന്യൂ വേർഡ്സ് നോക്കൂ. പ്രിസർവേഷൻ എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, പ്രൊട്ടക്റ്റ് ചെയ്യുക, ദ ആക്ട് ഓഫ് കീപ്പിംഗ് സംതിങ് ഇൻ എ ഗുഡ് കണ്ടീഷൻ. നെക്സ്റ്റ് സ്പോയിൽഡ് പറഞ്ഞാൽ നാശാവുക, ടു ലോസ് ഫ്രഷ്നെസ് ഓർ ബിക്കം ബാഡ് ദാറ്റ് വി കനോട്ട് ഈറ്റ്. നമുക്ക് കഴിക്കാൻ കഴിയില്ല, ഒരു ബാഡ് സ്മെല്ലൊക്കെ വരും. അവിടെ യെല്ലോ ബോക്സിലുള്ളത് നോക്കൂ. വാഷ് യുവർ ഹാൻഡ്സ് വിത്ത് സ്റ്റോൺ ഓർ സോപ്പ് ബിഫോർ യു ഈറ്റ് യുവർ ഫുഡ്. നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ നിങ്ങൾ കൈകൾ കഴുകണം. എന്തുകൊണ്ട്? സ്റ്റോൺ കൊണ്ടാണോ അതോ സോപ്പ് കൊണ്ടാണോ കൈ കഴുകേണ്ടത്? അത് അണ്ടർലൈൻ ചെയ്യൂ. ആൻഡ് വാട്ടർ ടൈറ്റ് ഓർ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സ് ഡു നോട്ട് അലോ എയർ, ഡസ്റ്റ് ഓർ ഇൻസെക്ട്സ് ടു കം ഇൻ കോണ്ടാക്റ്റ് വിത്ത് ഫുഡ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യേണ്ടത് വാട്ടർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണോ അതോ എയർ ടൈറ്റ് കണ്ടെയ്നേഴ്സിലാണോ? എന്തിന്? ഡസ്റ്റ്, എയർ, ഇൻസെക്ട്സ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനത്തെ കണ്ടെയ്നേഴ്സിലാണ് ഫുഡ് ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ടത്? അത് ആൻസറിൻ്റെ നേരെ അണ്ടർലൈൻ ചെയ്യൂ കേട്ടോ. നെക്സ്റ്റ് നോക്കൂ, ബോയിലിംഗ്, തിളപ്പിക്കുക. ഇനി രണ്ടാമത് ഫുഡ് സേവ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫുഡ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മാർഗം എന്താണ് പറയൂ? ഫുഡ് പ്രിസർവ് ചെയ്യാനുള്ള സെക്കൻഡ് മെത്തേഡ്, ദാറ്റ് ഈസ് ബോയിലിംഗ്. അപ്പോൾ തിളപ്പിച്ച് വെക്കുക എന്നുള്ള ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. ബോയിലിംഗ് മീൻസ് ഹീറ്റിംഗ് ലിക്വിഡ്സ് ടിൽ ബബിൾസ് ആർ ഫോംഡ് ആൻഡ് ടേൺ ടു സ്റ്റീം. ബോയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെറുതെ അടുപ്പത്ത് വെച്ച് ചൂടാക്കലല്ല. ബോയിലിംഗ് മീൻസ് ഹീറ്റിംഗ് ലിക്വിഡ്. നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ കറിയാണെങ്കിൽ കറി, അല്ലെങ്കിൽ കഞ്ഞിയാണെങ്കിൽ അത്, അല്ലെങ്കിൽ സൂപ്പാണെങ്കിൽ അത്, അതൊക്കെ ഉണ്ടാവും, ലിക്വിഡ് ഉണ്ടാവുമല്ലോ. അത് ഏതുവരെ തിളപ്പിക്കണം? ടിൽ ബബിൾസ് ആർ ഫോംഡ് ആൻഡ് ടേൺ ടു സ്റ്റീം. ബബിൾസ്, അതിൽ നിന്ന് ഇങ്ങനെ ബബിൾസ് വന്നിട്ട് പിന്നെ അത് ആവിയായിട്ട് പോകണം. അത്ര പിച്ചാലേ അതിന് ബോയിലിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ആകുമ്പോൾ അതിലുള്ള അണുക്കളൊക്കെ നശിക്കും. ബോയിലിംഗ് കിൽസ് ജേംസ്. ബോയിൽ ചെയ്യുമ്പോൾ അതിലുള്ള ജേംസിനൊക്കെ കൊല്ലുന്നു. ലിക്വിഡ് ഫുഡ് ഐറ്റംസ് സച്ച് ആസ് വാട്ടർ ആൻഡ് മിൽക്ക് ആർ ബോയിൽഡ് വെൽ ആൻഡ് ദെൻ കൂൾഡ് ബിഫോർ ഡ്രിങ്കിങ്. നമ്മൾ ലിക്വിഡായിട്ടുള്ള, അതായത് ദ്രാവക രൂപത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള വെള്ളം, അതുപോലെ മിൽക്ക്, ദാറ്റ്സ് ഓർ ബോയിൽഡ് വെൽ, അത് നന്നായിട്ട് തിളപ്പിച്ചാൽ, ആൻഡ് ദെൻ കൂൾഡ് ബിഫോർ ഡ്രിങ്കിങ്, കുടിക്കുന്നതിന് മുമ്പേ തണുപ്പിച്ചാലും മതി. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ അതിലുള്ള ജെംസ് എല്ലാം നശിക്കും. ഇപ്പോൾ ഫ്രിഡ്ജില്ലാത്തവരെ വീട്ടിലൊക്കെ നമ്മൾ രാത്രി ബാക്കി വരുന്ന കറിയൊക്കെ എന്ത് ചെയ്യും? നന്നായിട്ട് ബോയിൽ ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലുള്ള ജെംസ് നശിച്ചു പോവുകയും പിറ്റേന്ന് രാവിലെയൊക്കെ അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യും. അത് നാശാവാതിരിക്കും. കാരണം എന്താ? രാത്രി ബോയിൽ ചെയ്തപ്പോൾ അതിലുള്ള ജേംസ് എല്ലാം നശിച്ചു പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് സെക്കൻഡ് മെത്തേഡ്. ഫസ്റ്റ് മെത്തേഡ് എന്തായിരുന്നു? ഹൗ ടു പ്രിസർവ് ഫുഡ്. ഫസ്റ്റ് വൺ ഈസ് റെഫ്രിജറേഷൻ ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ബോയിലിംഗ് പ്രോസസ്. ഓക്കെ, these two processes are used to kill the germs on the food items. നെക്സ്റ്റ് നോക്കൂ, യെല്ലോ ബോക്സിൽ എന്താണ്? ആഡിങ് ഷുഗർ ഓർ റെഫ്രിജറേഷൻ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വേ ടു പ്രിസർവിങ് ഫുഡ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന പ്രിസർവിങ് ഫുഡ് ചെയ്യുന്ന വഴി ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആഡിങ് ഷുഗർ ആണോ അതോ റെഫ്രിജറേഷൻ ആണോ? നെക്സ്റ്റ് ബോയിലിംഗ് കിൽസ്. തിളപ്പിക്കുമ്പോൾ എന്തിനെയാണ് കൊല്ലുന്നത്? ജെംസിനെയാണോ അതോ ഡസ്റ്റിനെയാണോ? പുട്ട് അണ്ടർലൈൻ ദ കറക്റ്റ് ആൻസർ.
Okay, then look at the blue box. Pickling is one of the oldest methods of preserving food. പണ്ടത്തെ പാരമ്പര്യമായിട്ടുള്ള ഒരു ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പിക്ലിങ്, അച്ചാറിട്ട് വെക്കുക എന്നുള്ളത്. ഡ്രൈയിങ് ഈസ് അനദർ ഓൾഡ് മെത്തേഡ് ഓഫ് പ്രിസർവിങ് ഫുഡ്. അതുപോലെ തന്നെ ഡ്രൈ ചെയ്തിട്ട് ഇപ്പോൾ ഈ നാരങ്ങയൊക്കെ നാശാവാതിരിക്കാൻ വേണ്ടി നമ്മൾ അച്ചാറിട്ട് സൂക്ഷിക്കും. അതുപോലെ തന്നെയാണ് മാംഗോസ്, അതുപോലെ ഗൂസ്ബെറി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എന്ത് ചെയ്യും അല്ലേ, ഡ്രൈ ചെയ്ത് സൂക്ഷിക്കും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? വെയിലത്ത് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചാൽ അത് ഒരുപാട് കാലത്തേക്ക് നിലനിൽക്കും അല്ലേ. അല്ലെങ്കിൽ പുളിങ്ങ, പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട് അങ്ങനെ. ഇതുപോലെ ഉണക്കി സൂക്ഷിച്ചാൽ എന്ത് ചെയ്യുക, ഒരുപാട് കാലത്തേക്ക് നാശാവാതെ നിന്നോളൂ. അങ്ങനെയുള്ള പണ്ടത്തെ 2 മെത്തേഡാണ് ഇത്, പിക്ലിങ്ങും അതുപോലെ ഡ്രൈയിങ്ങും. പിക്കിൾ ചെയ്ത് വെക്കുമ്പോഴും അതിലുള്ള ഈ ഉപ്പൊക്കെ ചേർത്ത് സൂക്ഷിക്കുമ്പോൾ അതിലുള്ള ജെംസ് നശിച്ചു പോകുന്നു. അപ്പോൾ ഡ്രൈ ചെയ്തുമ്പോൾ അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഡ്രൈ ആയി പോകാമെന്നല്ലോ. അപ്പോൾ പിന്നെ അതിൽ ജെംസ് വളരാനുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് ഈ ഫുഡ് ഐറ്റംസൊക്കെ കാലങ്ങളോളം സ്റ്റോർ ചെയ്യപ്പെട്ടത്. ഓക്കെ, ദീസ് ആർ ഓൾ ടുഡേ. Going to wind up this session. Before that, I remember you to study about the protection of food, need to keep food items covered, and the preservation of food and keeping food safe. Okay, all of you study well and keep learning.